കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്, നല്ല സന്തോഷവും കണ്ടത്. അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കണത്. ഒരു ഗോപകുമാരൻ്റെ പുറത്ത് കയറി നിൽക്കുന്ന ഒരു പൊന്നുണ്ണി കാണാൻ. അങ്ങനെയാ ആ ഗോപകുമാരൻ ഇങ്ങനെ ആനയെ പോലെ ഇങ്ങനെ നിലത്ത് കുമ്പിട്ട് നിൽക്കുകയാണ്. ആ ഗോപകുമാരനെ വെച്ചാൽ കസവിൻ്റെ ഒക്കെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, കഴുത്തിൽ മാലൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള ഒരു ഗോപകുമാരൻ. ആ ഗോപകുമാരൻ്റെ ഇടത്തെ കൈ നിലത്ത് പിടിച്ചിട്ടുണ്ട്, വലത്തെ കയ്യിൽ ഒരു വെണ്ണുരുളിയുണ്ട്. ഗോപൻ മേപ്പെട്ട് നോക്കിയിട്ടാണ് നിൽക്കണത്. കൃഷ്ണ പൊന്നുണ്ണി കണ്ണൻ എന്താ ചെയ്യണമെന്ന് നോക്കിയിട്ടാണ് നിൽക്കണത്. പൊന്നുണ്ണി കണ്ണൻ ആ ഗോപൻ്റെ മോളെ കയറി നിന്നിട്ട് ഒരു വലത്തെ കാലം ഇടത്തെ കാലം ഇങ്ങനെ അമർത്തി ചോട്ടിട്ടുണ്ട്, വലത്തെ കാലം കുറച്ച് തിരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ രണ്ട് കുഞ്ഞു കാലുമ്പിൽ അത് ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. ചുവന്ന പട്ട് കസവോട് കൂടിയുള്ളത് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഗോപന്മാർ കൊടുക്കണ പോലെ നല്ല ഭംഗിയായിട്ട്. ഒരു ഗോപകുമാരൻ തന്നെയാണ് പൊന്നുണ്ണി കണ്ണനും. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലപ്പൊട്ടുമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഒരു മിടുമിടുക്കന്നെ, എന്തൊരു കൗതുകം, ഒരു വികൃതി, മഹാവികൃതിയായിട്ട് ഒരാളാത്ത ശ്രീലകത്ത് നിൽക്കുന്നത്. അത്ര രസ. അവരുടെ നടുപുറത്ത് കയറി നിങ്ങളാന്ന് ഇപ്പോൾ കാണാൻ നല്ല കൗതുക. കൈവളകൾ, തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇടത്തെ കൈ ഇടത്ത് ഭാഗത്ത് ഒരു ഉറി കെട്ടി തൂക്കിയിട്ട് ആ ഉറിയിൽ വെണ്ണക്കുടം ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ടുണ്ട്. ആ ഓടക്കുഴലും ആ കയ്യിൽ ഓടക്കുഴലോട് കൂടി കൂട്ടി പിടിച്ച് ആ വെണ്ണക്കുടം ചെരിച്ച് ആ വെണ്ണക്കുടത്തുനിന്ന് വെണ്ണ എടുത്ത് ഗോപകുമാരന് താഴത്തേക്ക് ഇട്ട് കൊടുത്ത് അയാളത് കഴിക്കണം. കണ്ണനും ഒരു ഉരുള കഴിച്ചുകൊണ്ടാണ് നിൽക്കണം. നല്ല കൗതുക. ശ്രീലകത്തേക്ക് നോക്കിയാൽ അമ്പാടിയിൽ ആ വികൃതികളൊക്കെ അതിൽ കാണാം, നല്ല ഭംഗിയായിട്ടാണ് കാണാം. താഴത്തിൻ്റെ ഗോപനും മോടന്ന് വെണ്ണ ഇട്ട് കൊടുത്തു. അപ്പോൾ ആ ഗോപൻ ഒരു കൈയോട് വെണ്ണ കഴിക്കേണ്ട, ഒരു കൈ നിലത്ത് കുത്തിയിട്ടാണ്. കണ്ണൻ്റെ വലത്തെ കയ്യിൽ ഒരു വെണ്ണുരുളുണ്ട്, അത് കഴിക്കില്ല, കുടത്തുനിന്ന് എടുത്തതാണ്. ഇടത്തെ കയ്യിൽ ഓടക്കുഴൽ ഉറിയുടെ മുടത്തെ കുടം ചെരിച്ച് പിടിച്ചിട്ടുണ്ട്, ഓടക്കുഴലും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ മിടുക്കനായിട്ടൊരു ഉണ്ണി, എന്തൊരു ഭംഗിയായിരുന്നു, നല്ല വികൃതിയായിട്ട്. അങ്ങനത്തെ വികൃതി കണ്ണനെ കണ്ടാൽ തന്നെ നല്ല സന്തോഷമാകും. മിടുക്കനായിട്ടൊരു ഉണ്ണി. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, ചെവിപ്പൂക്കളുടെ മോട് തൊട്ട് മോടാൻ വേറെ രണ്ട് ചെവിപ്പൂക്കളും വെച്ചിട്ടുണ്ട്. രണ്ട് ചെവിയിൽ ഈ രണ്ട് ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് സ്വർണ്ണത്തിൻ്റെ. അതുപോലെ നെറ്റീമിലൊരു എന്താ പൊട്ടത്തിലകം വെച്ചിട്ടുണ്ട്, ഗോപീതിലകം. അതൊക്കെ കാണാൻ നല്ല കൗതുകമുണ്ട്. കളഭം കൊണ്ട് ഇങ്ങനെ കിരീടം പോലെ ചാർത്തി, അതിൻ്റെ മുകളിൽ 3 പീലിയൊക്കെ ചാർത്തിയിട്ടുണ്ട് കളഭം കൊണ്ട്, ഒക്കെ രസമായിട്ടുണ്ട്. അങ്ങനെ മിടുക്കനായിട്ടൊരു ഉണ്ണി, അതാ പറയാനുള്ളത്. എന്താ പുഞ്ചിരി എന്ന് വെച്ചാൽ കള്ളത്തിനൊക്കെ ചെയ്ത ആ സന്തോഷത്തോടു കൂടിയുള്ള നോക്കല, അത് കാണാൻ തന്നെ നമുക്ക് നല്ല സന്തോഷം. അത്ര രസമായിട്ട് ആ പുഞ്ചിരി തൂക്കിക്കൊണ്ടേ ആ വെണ്ണയും കട്ട് തിന്നുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ, അത് കണ്ണൻ്റെ മുഖത്തുണ്ട്. അങ്ങനെ രസമായിട്ട് നിൽക്കണ ഒരു ശ്രീലകത്താച്ചിയത് ദൃശ്യങ്ങൾ കേട്ടോ, എന്തൊരു ഭംഗിയറിയോ കാണാൻ ഗുരുവായൂരപ്പ. തിരുമുടി മാലകൾ 2 ചാർത്തിരിക്കണത്. എന്താ വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടുള്ളതൊന്ന്, വെളുത്ത പൂവും തുളസിപ്പൂവായിട്ടുള്ളത്. അങ്ങനെ 2 തിരുമുടി മാലകളാണ് ചാർത്തിരിക്കണത്. രണ്ടും നല്ല കൗതുകമുണ്ട്. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ, രണ്ടും ഒരേപോലെ. വെളുത്ത പൂവ് മാത്രമായിട്ട് നല്ല കട്ടിയായിട്ട് ഇങ്ങനെ താഴത്തേക്ക് പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിലേക്കും തുളസിപ്പൂവായിക്കൊണ്ട്, അങ്ങനെ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാല, വെളുത്ത 5-6 വട്ടം കൊണ്ടുള്ള ഉണ്ടമാലകളാണ് കഴുത്തിൽ ചാർത്തിരിക്കുന്നത്. അങ്ങനെ 2 ഉണ്ടമാലകളും 2 തിരുമുടിമാലകളും ചാർത്തി ആ പൊന്നുണ്ണി കാണാൻ നിൽക്കുന്ന ശ്രീലകത്ത് കേട്ടോ. എന്തൊരു ഭംഗി അറിയാമെന്ന് ഇപ്പോൾ കാണാൻ. ആ ഗോപകുമാരൻ്റെ മോളുടെ നടുപ്പുറത്ത് ഇങ്ങനെ ചവിട്ടി ആനപ്പുറത്ത് നിൽക്കണ പോലെ നിൽക്കണേ. ഒരു കാലം അമർത്തി ചവിട്ടിൻ്റെ അടുത്ത കാലം, വലത്തെ കാലം ഇങ്ങനെ കുറച്ച് ചെരിച്ച് വെച്ചിട്ട് എൻഡി എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നിൽക്കണം. അങ്ങനെ ഉറിയൻ്റെ മോളിൽ നിന്ന് കരത്തുനിന്ന് വെണ്ണ കഴിക്കണ ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് ശ്രീലകത്ത്. നല്ല ഭംഗിയുടെ ചാർത്തിയത് കാണാൻ. ഈ തിരുമുടിമാലകളുടെ മോള് വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമര തുളസിയായിട്ട് തന്നെ ഒരു 3 പിന്നെ താമര മാത്രമായിട്ട് 1, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി പൂണ്ട് 2. അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തി. ശ്രീലകത്തേക്ക് നോക്കി നല്ല സന്തോഷം. ഈ ഉണ്ടമാലകളും വെളുത്ത പൂക്കളൊക്കെ ആയിട്ട് നല്ല അതിൻ്റെ നടുവിൽ ആ കളപ്പം കൊണ്ട് ചാർത്തി ഉണ്ണിക്കണ്ണൻ, ആ ഗോപകുമാരൻ, എല്ലാം ഭംഗിയുണ്ട് കാണാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. കാര്യങ്ങൾ നേടുന്നതു സേവ എന്നാണു ഞാൻ ഓർത്തതി ദേവരേക്കും. അല്ലല്ല, കൃഷ്ണന്റെ കൃപാവിലാസം എന്നിപ്പോൾ മനസ്സിലായി. ഓർക്കുമ്പോൾ ഞാൻ എന്തൊരു സേവയാണ് ഗോവിന്ദനായി ചെയ്തതു ജീവിതത്തിൽ. ജ്ഞാനാർച്ചിതാനന്ദ മഹോദതിക്കു ശുശ്രൂഷയാൽ പ്രീതിയണയ്ക്കുവാനും. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ ഒരു ഗോപകുമാരൻ്റെ പുറത്ത് കയറി നിന്ന് ഉറിയുന്ന വെണ്ണക്കുടത്ത് വെണ്ണ വാരി കഴിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. നല്ല കൗതുകം, മഹാവികൃതി ഭാവവും നല്ല കൗതുകമുണ്ട് കാണാൻ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കാൻ, തൃപ്പാദം മുറുകെ പിടിച്ച് ആ വികൃതിയായ മഹാവികൃതി കൊതിയനായ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ തിരുമുഖം നോക്കി ഉറക്കാൻ നാമം ജപിക്കാം. നല്ല ആനന്ദമുണ്ട് കേട്ടോ. ആ കളപാലങ്കാരൻ ചാർത്തിയത് കാണാൻ നല്ല സന്തോഷത്തിലാണ് ഞാൻ. അത്ര ഭംഗിയുണ്ട് കാണാൻ.
നമുക്കൊക്കെ ഇഷ്ടമാണ് അമ്പാടിയിലെ ഓരോ ബാലലീലകളും. അപ്പോൾ ഇത് കണ്ടാലും അത്ര കണ്ട് ഇഷ്ടമായിട്ടാണ് ഞാൻ നിൽക്കണത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം നോക്കി, ആ സച്ചിദാനന്ദ കട്ടറ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. ജപിക്കല്ലേ നാമം? കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.